നമസ്കാരം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മരുന്നിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൻ്റെ ജനിതഘടന അനുസരിച്ച് എങ്ങനെ മാറ്റം വരുന്നു, അത് നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ എങ്ങനെ ഉപകാരപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ ഏവർക്കും അറിയാം, മരുന്നിൻ്റെ പ്രവർത്തനം ഓരോ ജീവജാലങ്ങളിലും അല്ലെങ്കിൽ ഓരോ മനുഷ്യരിലും അതിൻ്റെ ആഗിരണവും അതിൻ്റെ മെറ്റബോളിസവും അതിൻ്റെ എക്സ്ക്രീഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രവർത്തന മേഖല, അതായത് അതിൻ്റെ ടാർഗറ്റ് സൈറ്റായിട്ടുള്ള റിസപ്റ്റേഴ്സോ ഹോർമോൺസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഓർഗനിലെ പ്രവർത്തനവും വ്യത്യാസമായിരിക്കുന്നു. അതിന് കാരണം ആത്യന്തികമായിട്ട് നമ്മൾ ജനിതഘടനയിലുള്ള വ്യത്യാസമാണ്, പ്രോട്ടീൻ ഹോമോലോഗിയിലുള്ള വ്യത്യാസമാണ്. DNA നിന്ന് RNA ഉണ്ടാകുന്നു, RNA നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു, പ്രോട്ടീനിൽ നിന്ന് മെറ്റബോളിക് സബ്സ്റ്റൻസുകൾ ഉണ്ടാകുന്നു. അതിൽ നിന്ന് ഡിഫറെൻറ്റ് ആർക്കിടെക്ചറിൽ ഡിഫറെൻറ്റ് സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴും അതിനനുസരിച്ച് മരുന്നിൻ്റെ പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഡ്രഗിൻ്റെ മെറ്റബോളിസം മാറും, ഡ്രഗിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാറും, അബ്സോർപ്ഷൻ പാറ്റേൺ മാറും, അതിൻ്റെ ടാർഗറ്റ് സൈറ്റിലുള്ള ആക്ഷൻ മാറും. ഇതെല്ലാം ആത്യന്തികമായിട്ട് നമ്മളെ ശരീരത്തിൻ്റെ ജീനോമിക്സ്, ട്രാൻസ്ക്രിപ്റ്റോമിക്സ്, പ്രോട്ടിയോണോമിക്സ്, മെറ്റബോളോമിക്സ് സീക്വൻസിനെ ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനുകളാണ്. ജനിതഘടന അനുസരിച്ച് മരുന്നിൻ്റെ പ്രവർത്തനം എങ്ങനെ മാറാം, അതിൻ്റെ ഡോസ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, എങ്ങനെ മരുന്നുകൾ സെലക്ട് ചെയ്യാം എന്നുള്ളത് ഓരോരോ ജീവജാലങ്ങൾക്കനുസരിച്ച് അതിനെ പറയുന്ന സയൻസാണ് പ്രിസിഷൻ തെറാപ്പി ഓർ ഇൻഡിവിജ്വലൈസ്ഡ് തെറാപ്പി ഓർ പേഴ്സണലൈസ്ഡ് തെറാപ്പി. ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഇനിയുള്ള സെക്ഷനുകളിൽ തുടരുന്നതായിരിക്കും. അത് വാച്ച് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചാറ്റ് ബോക്സിൽ ഇടുക, ഞാനത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.